സോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയ ചാപ്റ്ററാണ് ഹീറ്റ് ഇൻ എവരിഡേ ലൈഫ്. സോ അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കായ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കതിലേക്ക് കടക്കാം. സോ നമുക്കിവിടെ ടോപ്പിക്കിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫിഗറിൻ്റെ താഴെ ചെറിയൊരു ഫ്ലോ ചാർട്ടും കൊടുത്തിട്ടുണ്ട്. സോ നമുക്കതിലേക്ക് കടക്കാം. ദ ഫ്ലെയിം ഓൺ ദ സ്റ്റവ്, നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് അവിടെ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഈ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ പോട്ട്, ദെൻ ടു ദ വാട്ടർ, ദെൻ ടു ദ റൈസ്. നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു സ്റ്റവ് ഓൺ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് എങ്ങനെയായിരിക്കും, ഫസ്റ്റ് പോട്ടിലേക്ക് പോവും, പിന്നെ വാട്ടറിലേക്ക് പോവും, പിന്നെ നമ്മുടെ റൈസിലേക്ക് പോവും. അങ്ങനെയാണ് നമുക്ക് റൈസ് ബോയിൽ ചെയ്യുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറ്റ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്കുള്ള ഹീറ്റിന് ട്രാൻസ്ഫറാണ് ഈ ഫ്ലോ ചാർട്ടിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ ഹീറ്റിന് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ ഓഫ് ദ ഹീറ്റ്. സോ ട്രാൻസ്മിഷൻ ഓഫ് ദ ഹീറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ദ ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. നമ്മുടെ ഹീറ്റിന് ട്രാൻസ്ഫർ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്കുള്ള ഹീറ്റിന് ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ ഓഫ് ദ ഹീറ്റ്. സോ താങ്ക് യു.